എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുള്ളത് ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിലും അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്ന ലിങ്കും കാണാൻ സാധിക്കും. ആ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും അതിൻ്റെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ PDF ആയിട്ട് ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് അഡ്മിഷൻ കിട്ടുന്നതല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 400 നിങ്ങളുടെ റാങ്ക് ഒരു 400 അതുപോലെ അതായത് നിങ്ങളുടെ റാങ്ക് ഒരു 400 അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് ഒരു 200 ആണ് എങ്കിൽ നിങ്ങൾ അത് കണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ജില്ലയിൽ ഒരു സ്കൂളിലെ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ റാങ്കാണത്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിൽ ഓപ്ഷൻ വെച്ചു എന്ന് കരുതി ആ ഒരു വിദ്യാർത്ഥി തന്നെ അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടണം എന്നുള്ള കാര്യം നിർബന്ധമല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾ ബാക്ക് അടിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ട. നിങ്ങൾ നാളെയോ അല്ലെങ്കിൽ മെയ് 31-ാം തീയതി വൈകിട്ട് 5 മണിക്കകം മാത്രമേ നിങ്ങൾ ആ ഒരു കാര്യം പൂർത്തീകരിക്കേണ്ടതുള്ളൂ. കാരണം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ അപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും. അതിലെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നോക്കുക, എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളോ അല്ലെങ്കിൽ സ്കൂളുകളോ മറ്റോ അതായത് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആഡ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ചെയ്താൽ മതി, ഇന്ന് തന്നെ ചെയ്യേണ്ടതില്ല. കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമാണ് ഈ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാൻ പറ്റൂ. ഒരു തവണ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അതുപോലെ നിങ്ങളുടെ കയ്യിലില്ലാത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും അതുപോലെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആദ്യം ചിന്തിച്ച് കറക്റ്റായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ 2 ഓപ്ഷൻ മാത്രം കൊടുക്കരുത്. കാരണം ചില വിദ്യാർത്ഥികൾ 2 എണ്ണം മാത്രം കൊടുക്കാറുണ്ട്. ഒരു മിനിമം ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളും കോഴ്സും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ സയൻസ്, ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ ഒരു രീതിയിൽ നൽകുക. അതായത് ആദ്യം എല്ലാ സ്കൂളും സയൻസ്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ്, പിന്നീട് കൊമേഴ്സ്, പിന്നീട് ഹ്യൂമാനിറ്റീസ് ഈ ഒരു രീതിയിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുക്കുകയും പിന്നീട് സയൻസ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിലേക്ക് ട്രാൻസ്ഫർ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 1ാം ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സയൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് തന്നെയായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.